നിങ്ങളുടെ വീടിന്റെ വാഷ്റൂമുകൾ ഇനി ഗ്ലാമർ റൂമുകളാക്കാം സെറ സ്റ്റൈൽ ഗാലറിയിലൂടെ. സെറ സ്റ്റൈൽ ഗാലറി നിയർ കോപ്പറേറ്റീവ് കോളേജ്, മഞ്ചേരി. കാലവർഷമെത്തി മഴ ശക്തമാകുമ്പോൾ മഴക്കെടുതികളെ അതിജീവിക്കാൻ പൂർണ്ണസജ്ജമായി മഞ്ചേരി അഗ്നിരക്ഷാസേന. മഴക്കെടുതിയുടെ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി കളക്ടറുടെ നിർദ്ദേശപ്രകാരം താലൂക്ക് ഓഫീസിൽ തഹസിൽദാരുടെ മീറ്റിംഗ് ചേർന്ന് മാർഗനിർദ്ദേശങ്ങൾ കൈക്കൊണ്ടിട്ടുണ്ടെന്ന് മഞ്ചേരി ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ PV സുനിൽകുമാർ പറഞ്ഞു. ഓരോ പഞ്ചായത്തിലും മീറ്റിങ്ങുകളൊക്കെ വിളിച്ചു കൂട്ടി മഴക്കെടുതിയുടെ ഇതിനെ കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ, ഇപ്പോൾ പുഴയുടെ ഒഴുക്കിന് തടസ്സം വരുന്ന മരങ്ങളോ അല്ലെങ്കിൽ വസ്തുക്കളോ ഉണ്ടെങ്കിൽ നീക്കം ചെയ്യണം എന്നുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഇപ്പോൾ ചാഞ്ഞ് നിൽക്കുന്ന മരങ്ങളുണ്ടെങ്കിൽ, അപകടാവസ്ഥയുള്ള മരങ്ങളുള്ള കൊമ്പുകളോ അല്ലെങ്കിൽ കൊമ്പുകളോ പൊതുസ്ഥലത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ പഞ്ചായത്ത് നീക്കം ചെയ്യുക, അല്ലെങ്കിൽ പൊതുജനങ്ങളുടെ സ്ഥലത്ത് നിൽക്കുന്ന അപകടാവസ്ഥയുള്ള മരങ്ങൾ ഒക്കെ നീക്കം ചെയ്യുന്നുള്ള നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉരുൾപൊട്ടാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ആളുകളെ മാറ്റിപ്പാർപ്പിക്കണം. ഒരു അപകടം ഉണ്ടായിട്ട് ചെയ്യുന്നതിനേക്കാളും നല്ലത് അപകടം മുന്നൊരുക്കമായിട്ട് അവിടെ നിന്നുള്ള ആളുകളെയൊക്കെ മാറ്റിപ്പാർപ്പിക്കണം എന്നുള്ള തീരുമാനം ഓരോ പഞ്ചായത്ത് തലത്തിലൊക്കെ എടുത്തിട്ടുണ്ട്. ഇവിടെ സേന എല്ലാ ഇതിനും സജ്ജമായിട്ട് 24 മണിക്കൂറും രണ്ട് യൂണിറ്റും ഇനി വെള്ളത്തിലാണെങ്കിൽ സ്കൂബ, ഡിങ്കി എല്ലാ ഉപകരണങ്ങളും സെറ്റായിട്ട് ഇവിടെ ഏത് സമയവും 24 മണിക്കൂർ സജ്ജമായിട്ട് ഫയർ സർവീസ് സേന സന്നദ്ധമാണ്. മഞ്ചേരി സ്റ്റേഷൻ പരിധിയിലുള്ള ഇടങ്ങളിൽ പുഴയുടെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്ന മരങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ നീക്കം ചെയ്യണമെന്നും പൊതുസ്ഥലത്ത് നിൽക്കുന്ന അപകടാവസ്ഥയിലുള്ള മരങ്ങൾ മുറിച്ചു മാറ്റണമെന്നും നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ഉരുൾപൊട്ടൽ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നിന്നും ആളുകളെ മാറ്റിപ്പാർപ്പിക്കാനുള്ള തീരുമാനങ്ങൾ കൈക്കൊണ്ടിട്ടുണ്ട്. മഞ്ചേരി ഫയർ ആൻഡ് റെസ്ക്യൂ ടീം പൂർണ്ണ സജ്ജമായിരിക്കുകയാണ്. 24 മണിക്കൂറും ഏത് അപകടം വന്നാലും നേരിടാനുള്ള 2 യൂണിറ്റും വെള്ളത്തിൽപ്പെട്ടവരെ രക്ഷിക്കാനായി സ്കൂബ ഡൈവിംഗ് ടീമും ഡിങ്കി ബോട്ട് ഉൾപ്പെടെയുള്ളവ മഞ്ചേരി നിലയത്തിൽ സജ്ജമാണ്. ഈ വർഷം കാലവർഷക്കെടുതി ആരംഭിച്ച ശേഷം മരം വെട്ട് കേസുകൾ മാത്രമാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. പന്തല്ലൂർ ഭാഗത്തും തുവ്വൂർ ഭാഗത്തുമാണ് കേസുകൾ റിപ്പോർട്ട് ചെയ്തത്. മഴക്കാലത്ത് വെള്ളക്കെട്ടുകളിലോ ജലാശയങ്ങളിലോ ഇറങ്ങുന്നവർ അതീവ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശവും നൽകി. ന്യൂസ് ബ്യൂറോ, മഞ്ചേരി.